നമസ്കാരം. നമ്മളിന്ന് യുവാൽ നോവ ഹരാരിയുടെ ഒരു കിഡിലൻ പുസ്തകമില്ലേ, സാപ്പിയൻസ്. അതിലെ ചില കാര്യങ്ങളൊന്ന് നോക്കാൻ പോവാണ്. നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങൾ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സാപ്പിയൻസ് ശരിക്കും ഒരു ഗംഭീര വായനാനുഭവം തരുന്ന ഒന്നാണത്. അതെ. അപ്പോ ആഫ്രിക്കയിലെ പുൽമേടുകളിൽ ഒരു മൂലയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരു ജീവിവർഗം, നമ്മളെ ഹോമോസാപ്പിയൻസ്, എങ്ങനെ ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്നൊരു ശക്തിയായി മാറി? അതാണ് ഹരാരിയുടെ പ്രധാന ചോദ്യം. ഇതൊരു സാധാരണ ചരിത്ര പുസ്തകമല്ലെന്ന് തുടക്കത്തിലേ പറയണമല്ലോ. നമ്മളെങ്ങനെ ലോകം കീഴടക്കി, എന്താണ് നമ്മളെ ശരിക്കും വ്യത്യസ്തരാക്കുന്നത്, ഇതൊക്കെയാണ് ഇതിലെ വിഷയങ്ങൾ. നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഞെട്ടിക്കുന്ന പോയിന്റുണ്ട്. നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമായിരുന്നില്ല ഈ ഭൂമിയിലെ ഒരേയൊരു മനുഷ്യവർഗം. ശരിയാണ്. നിയാൻഡർതാലുകൾ, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 70,000 വർഷം മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചു. അതിനെ ഹരാരി വൈജ്ഞാനിക വിപ്ലവം, അതായത് കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ ചിന്താരീതി, ഭാഷ, ഇതിലൊക്കെ ഒരു വലിയ മാറ്റം. അതെ, അതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്. പക്ഷേ അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിവ് നമ്മളെ വലിയ ഗ്രൂപ്പുകളായിട്ട് അപരിചിതരുമായിട്ട് പോലും സഹകരിക്കാൻ പഠിപ്പിച്ചു എന്നതാണ്. അതിങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. അതാണ് ഹരാരി പറയുന്നത്. പൊതുവായ വിശ്വാസങ്ങളിലൂടെയാണ് അത് സാധ്യമായത് എന്നാണ്. നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന കഥകൾ, കെട്ടുകഥകൾ, സങ്കല്പങ്ങൾ, ഈ സാങ്കല്പിക യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഫിക്ഷണൽ റിയാലിറ്റീസ്, അതാണ് ഈ രാഷ്ട്രങ്ങൾ, പണം, കമ്പനികൾ, എന്തിന് നമ്മുടെ നിയമവ്യവസ്ഥകൾ പോലും സാധ്യമാക്കിയത്. ശരിയാണ്. നമ്മൾ കേരളത്തിൽ സ്വർണത്തിന് കൊടുക്കുന്ന ഒരു വിലയില്ലേ, അതും ഒരു തരം കൂട്ടുവിശ്വാസമല്ലേ? അതെ, അതുതന്നെ. എല്ലാവരും അതിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അതിന് വിലയുണ്ട്. വിശ്വാസം പോയാൽ തീർന്നു. അടുത്ത വലിയൊരു ഘട്ടം വരുന്നത് കാർഷിക വിപ്ലവമാണല്ലേ, ഏകദേശം 10,000 വർഷം മുമ്പ്. അഗ്രികൾച്ചറൽ റെവല്യൂഷൻ. നമ്മള് കൃഷി തുടങ്ങി, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇത് പുരോഗതിയായിട്ടാണല്ലോ നമ്മൾ സാധാരണ കാണുന്നത്. അവിടെയാണ് ഹരാരിയുടെ അടുത്ത ഒരു വെടിപൊട്ടിക്കല്. അദ്ദേഹം പറയുന്നത് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണെന്നാണ്. ഹിസ്റ്ററീസ് ബിഗ്ഗസ്റ്റ് ഫ്രോഡ് എന്ന് തന്നെ പറയുന്നുണ്ട്. തട്ടിപ്പോ? അതെന്താ അങ്ങനെ? കാരണം ഒറ്റനോട്ടത്തിൽ ഭക്ഷണം കൂടുതൽ കിട്ടി, ജനസംഖ്യ കൂടി, നഗരങ്ങളുണ്ടായി. ശരിയാണ്. പക്ഷെ ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം അത് കൂടുതൽ കഷ്ടപ്പാടുള്ളതായി മാറി. അതെങ്ങനെ? കഠിനാധ്വാനം കൂടി, ഒരുപാട് പുതിയ രോഗങ്ങൾ വന്നു, ഭക്ഷണത്തിൽ പണ്ടത്തെ ആ വൈവിധ്യം നഷ്ടപ്പെട്ടു. പിന്നെ സമൂഹത്തിൽ വലിയ ഏറ്റത്താഴ്വുകൾ, അതായത് അസമത്വങ്ങളുണ്ടായി. ഹരാരിയുടെ ഒരു വാദമുണ്ട്. നമ്മള് ഗോതമ്പിനെ വളർത്തിയെന്നല്ല, ഗോതമ്പ് നമ്മളെ മെരുക്കിയെടുത്ത് ഒരിടത്ത് സ്ഥിരതാമസമാക്കി അതിന്റെ അടിമകളാക്കി മാറ്റി. ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ഒരു 9 to 5 ജീവിതത്തിന്റെയൊക്കെ ഒരു തുടക്കം ഒരുപക്ഷെ അവിടെ ആയിരിക്കും, അല്ലേ? ഒരുപക്ഷെ. അതെ, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ വലിയ സമൂഹങ്ങളെ, ജനസംഖ്യ കൂടിയപ്പോ ഇവരെ ഒരുമിപ്പിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണ്ടി വന്നില്ലേ? തീർച്ചയായും. അവിടെയാണ് പ്രധാനമായും 3 കാര്യങ്ങൾ വരുന്നത്. 1 പണം, 2 സാമ്രാജ്യങ്ങൾ, 3 മതം. പണം ഒരു യൂണിവേഴ്സൽ മീഡിയമായി മാറി. കാരണം എല്ലാവരും അതിന്റെ മൂല്യത്തിൽ വിശ്വസിച്ചു. എവിടെ ചെന്നാലും സ്വീകാര്യമായി. സാമ്രാജ്യങ്ങൾ പലതരം സംസ്കാരങ്ങളെയും ജനവിഭാഗങ്ങളെയും ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു. റോമാ സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം ഒക്കെ പോലെ. മതം അത് ഭാഷയ്ക്കും ദേശത്തിനുമൊക്കെ അതീതമായി മനുഷ്യരെ ചില പൊതുവായ നിയമങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ ഒരുമിപ്പിച്ചു. അങ്ങനെ ഈ 3 കാര്യങ്ങൾ മനുഷ്യരെ വലിയ തോതിൽ ഒരുമിപ്പിക്കാൻ സഹായിച്ചു. അതെ, അതിർത്തികൾ ഭേദിച്ചൊരുമിപ്പിക്കാൻ. പിന്നീട് ഏകദേശം ഒരു 500 വർഷം മുമ്പ് അടുത്ത വിപ്ലവം വരുന്നു, ശാസ്ത്രീയ വിപ്ലവം. സയന്റിഫിക് റെവല്യൂഷൻ. ഇതിന്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് എനിക്കെല്ലാം അറിയില്ല എന്നൊരു തിരിച്ചറിവാണ്. അറിവില്ലായ്മ അംഗീകരിക്കാനുള്ളൊരു മനസ്സല്ലേ? അതെ. പഴയ കാര്യങ്ങളെ അന്ധമായി വിശ്വസിക്കുന്നതിന് പകരം നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം. ഈ ശാസ്ത്രം പിന്നെ സാമ്രാജ്യത്വവുമായും മുതലാളിത്തവുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഹരാരി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. കാരണം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും
പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനുമൊക്കെ ശാസ്ത്രം സഹായിച്ചു. ഇതിന് പണം മുടക്കിയത് വളർന്നുവരുന്ന സാമ്രാജ്യങ്ങളും പിന്നെ ലാഭം ലക്ഷ്യമിടുന്ന മുതലാളിത്ത വ്യവസ്ഥയുമാണ്. ഓക്കെ. നാളത്തെ സമ്പത്ത് ഇന്നത്തേതിലും വലുതായിരിക്കും, അതുകൊണ്ട് ഇന്ന് നിക്ഷേപം നടത്തണം എന്നൊരു ചിന്ത. അതാണ് മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. പക്ഷേ ഈ വളർച്ചയുടെ എല്ലാം ഇടയിൽ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരായോ? അതാണ് ഹരാരി ചോദിക്കുന്നൊരു പ്രധാന ചോദ്യം. ഇത്രയൊക്കെ സാങ്കേതിക വിദ്യ വളർന്നു, സാമ്പത്തികമായി പുരോഗമിച്ചു എന്നൊക്കെ പറയുമ്പോഴും ശരാശരി മനുഷ്യന്റെ സന്തോഷം കൂടിയോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ശരിയാണ്. യുദ്ധങ്ങൾ, അടിമത്തം, അസമത്വം ഒക്കെ ഈ കാലഘട്ടത്തിലും ധാരാളമുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ പുരോഗതിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ എത്തുന്നത് ആ ആദ്യത്തെ പോയിന്റിലാണ്. ഏത്? നമ്മുടെ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് വസ്തുതകൾ മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന കഥകളും സങ്കല്പങ്ങളുമാണ് എന്ന പോയിന്റിൽ. നിയമം, രാജ്യം, കമ്പനി, പണം ഇതൊക്കെ നമ്മൾ കൂട്ടായി വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഷെയർഡ് മിത്സ്, പണ്ടുവയ്ക്കപ്പെട്ട മിത്തുകൾ. അതെ, അതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നതും എന്നാൽ ചിലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നതും. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന ചിന്ത എന്താണ്? സാപ്പിയൻസ് നമുക്ക് റെഡിമെയ്ഡ് ഉത്തരങ്ങളൊന്നും തരുന്നില്ല. പക്ഷെ നമ്മൾ എവിടെ നിന്നു വന്നു, നമ്മൾ എന്താണ്, നമ്മുടെ ഈ പുരോഗതി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മുടെ സന്തോഷം എവിടെയാണ് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ശരിയാണ്. നമ്മുടെ പല ധാരണകളെയും അത് ചോദ്യം ചെയ്യുന്നുണ്ട്. പുസ്തകം അവസാനിക്കുന്നത് ഒരു വലിയ ചോദ്യചിഹ്നത്തോടെയാണ്. ഇപ്പം നമ്മൾ പുതിയ വിപ്ലവങ്ങളുടെ വക്കിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതൊക്കെ നമ്മൾക്ക് മുൻപെങ്ങും ഇല്ലാത്ത ശക്തി തരും. ഒരുതരം ദൈവതുല്യമായ ശക്തി. അതെ. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ ഈ ശക്തി വിവേകത്തോടെ ഉപയോഗിക്കുമോ? നമ്മൾ കൂടുതൽ സന്തോഷമുള്ളവരാകുമോ? അതോ നമ്മൾ ഉണ്ടാക്കിയ ശക്തി നമ്മളെ തന്നെ നശിപ്പിക്കുമോ? നമ്മൾ ഈ ഹോമോസാപ്പിയൻസ് ആയിട്ട് തന്നെ തുടരുമോ അതോ മറ്റെന്തെങ്കിലുമായി മാറുമോ? അതാണ് ഹരാരി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു വലിയ ചോദ്യം, ഒരു തുറന്ന ചോദ്യം. ഈ ഒരു വലിയ ചരിത്രയാത്രയും ഈ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമൊക്കെ കേൾക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരുപക്ഷെ അതാവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.